Hi everyone, welcome back to Veranda Race. അപ്പോൾ 15 ദിവസം കൊണ്ട് RRB NDPC നേടാം. അപ്പോൾ 15 ദിവസം കൊണ്ട് RRB NDPC നേടാം എന്ന സീരീസിലൂടെ നമ്മൾ റീസണിംഗ്, ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ GK സെക്ഷൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റീസണിങ്ങിന്റെ അടുത്തൊരു ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ PYQ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് നമുക്ക് RRB NDPC ആയാലും ഗ്രൂപ്പ് ഡി ആയാലും ഓരോ എക്സാംസിന്, റെയിൽവേ എക്സാംസിന് വന്നിട്ടുള്ള മാക്സിമം എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അത്രയും എടുത്ത് നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തത് റീസണിങ്ങിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇത് റീസണിങ്ങിന്റെ ടൈമാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന 35 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലാസ്സിനുള്ളിലോട്ട് പോകാം. ഓക്കെ, ആദ്യത്തത് ഒരു വെൻ ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, intersects circles which represent sets of students. Okay, ഒരു സർക്കുലർ വെൻ ഡയഗ്രാം ആണ്. സെറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു പ്ലേ ഫുട്ബോൾ, ക്രിക്കറ്റ് ആൻഡ് ബാസ്കറ്റ് ബാൾ. അപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബാൾ പ്ലേ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റുഡൻസിന്റെ ഒരു വെൻ ഡയഗ്രാം ആണ്. ഇവിടെ വാല്യൂസ് അല്ല കൊടുത്തിട്ടുള്ളത് അല്ലേ, ആൽഫബറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സർക്കിളും ഓരോ കാര്യങ്ങൾ, അതായത് ഒരു സർക്കിൾ ഫുട്ബോൾ ആണെങ്കിൽ ഒന്ന് ക്രിക്കറ്റ് ആണ്, ഒന്ന് ബാസ്കറ്റ് ബോൾ ആണ്, ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി അതിലെന്താ, ഓരോന്നിനും ഓരോ വാല്യൂസ്, ആ വാല്യൂസിന് പകരം ഇവിടെ ആൽഫബറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ നിന്ന് തന്നിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, which region represents the set of person who play football and basketball but not cricket എന്നാ പറയുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് പേഴ്സൺസ്. ഓക്കെ, നമുക്കിവിടെ ടൈമർ ഓടുന്നുണ്ട്. ആ ടൈമറിൽ ആ 30 സെക്കൻഡ്സിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഞാൻ എക്സ്പ്ലനേഷൻ പൊയ്ക്കൊണ്ടിരിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം, ടൈമറിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോഴേ നമ്മളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവത്തുള്ളൂ. അതിനാണ് നമ്മൾ ടൈമറും കൂടെ ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, വിച്ച് റീജിയൻ റെപ്രസെന്റ്സ് ദ സെറ്റ് ഓഫ് പേഴ്സൺ who play football and basketball but not cricket. അപ്പോൾ ഓക്കെ, ഫുട്ബോൾ പ്ലേ ചെയ്യണം, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോളും പ്ലേ ചെയ്യണം അല്ലേ. ഫുട്ബോൾ ആൻഡ് ബാസ്കറ്റ് ബോൾ ബട്ട് നോട്ട് ക്രിക്കറ്റ്. അപ്പൊ എന്താ, ക്രിക്കറ്റ് വരുന്ന സർക്കിൾ ഓർ ക്രിക്കറ്റ് വരുന്ന സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും എലിമിനേറ്റ് ചെയ്യണം. ഇനി പറയുന്നത് ഹു പ്ലേ ഫുട്ബോൾ ആൻഡ് ബാസ്കറ്റ് ബോൾ ആണ്. അപ്പോൾ ഫുട്ബോളും പ്ലേ ചെയ്യണം, ബാസ്കറ്റ് ബോളും പ്ലേ ചെയ്യണം. ഏത് റീജിയനാ വരുന്നത്, രണ്ടും കോമൺലി പ്ലേ ചെയ്യുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് ഇതാണല്ലേ, ഈ ബി എന്ന് പറയുന്ന റീജിയൻ ബി ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഏത് വരും, ഓപ്ഷൻ ബി, റീജിയൻ ബി എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ, ഓപ്ഷൻ ഡി, റീജിയൻ ബി എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓക്കെ അല്ലേ, എന്ത് ചെയ്തു, ഇവിടെ വാല്യൂസിന് പകരം ആൽഫബറ്റ്സ് ആയിരുന്നു റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, which region represents the set of person who play football but neither cricket nor basketball? അപ്പോൾ ഫുട്ബോൾ പ്ലേ ചെയ്യണം, പക്ഷേ ക്രിക്കറ്റും പാടില്ല, ബാസ്കറ്റ് ബോളും പാടില്ല അല്ലേ. അപ്പോൾ റീജിയൻ വിച്ച് റെപ്രസെന്റ് സെറ്റ് ഓഫ് പേഴ്സൺ ഹു പ്ലേ ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ പ്ലേ ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾ ഇവിടെയാണ് അല്ലേ. അപ്പൊ ഇത്രയും റീജിയൻ ആണ് ഫുട്ബോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാർ. ഇതില് ബട്ട് നെയ്തർ ക്രിക്കറ്റ് നോർ ബാസ്കറ്റ് ബോൾ. അപ്പൊ ക്രിക്കറ്റും പാടില്ല, ബാസ്കറ്റ് ബോളും പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പേസിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ബാസ്കറ്റ് ബോൾ വരുന്ന സർക്കിളിനെ എലിമിനേറ്റ് ചെയ്തു, ക്രിക്കറ്റ് വരുന്ന സർക്കിളിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് എത്രയാ, ഈ എ എന്ന് പറയുന്ന ആൻസർ മാത്രം അല്ലെ. അപ്പൊ നമ്മളുടെ ആൻസർ ഏതായിരിക്കണം, റീജിയൻ എ, ഓപ്ഷൻ എ, റീജിയൻ എ എന്ന് പറയുന്നതായിരിക്കണം നമ്മളുടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 30 സെക്കൻഡ്സിന് മുൻപേ തന്നെ 10 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അതെ, അപ്പോൾ ഒരു വെൻ ഡയഗ്രാം സെറ്റിൽ നിന്ന്, എക്സാക്ട് PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കണ്ടോ, ഒരു വെൻ ഡയഗ്രാത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട്, അതും സിമ്പിൾ ക്വസ്റ്റ്യൻ, 3 മാർക്ക് നമ്മളുടെ കയ്യിലിരിക്കും അല്ലെ. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു. ഓക്കെ, തേർഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് റീജിയൻ റെപ്രസെന്റ്സ് ദ സെറ്റ് ഓഫ് പേഴ്സൺ ഹു പ്ലേ ഓൾ ദ 3 ഗെയിംസ്. ഈസിയാണ്, 3 ഗെയിമും പ്ലേ ചെയ്യുന്ന റീജിയൻ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏത് ആൽഫബറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിക്കോ, 3 ഗെയിമും പ്ലേ ചെയ്യണം എന്ന് മീൻ ചെയ്യുന്നത് എന്താ, ഇത് ഇത്രയും 3 ഗെയിമും പ്ലേ ചെയ്യുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾസ് ആണെങ്കിൽ 3നും കോമൺലി വരുന്ന സ്പേസ്, 3 പേരും ഇന്റർസെക്ട് ആവുന്ന സ്പേസ് ഇത്രയാണ് അല്ലെ. അപ്പൊ ആ സ്പേസിൽ വരുന്നത് എന്താ, സി എന്ന് പറയുന്ന റീജിയൻ ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ റീജിയൻ സി, ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹേമന്ത് said to Naitik that boy playing with the football is the younger of the 2 brothers of the daughter of my father's wife. How is the boy playing football related to Hemant?
ഓക്കെ, ബ്ലഡ് റിലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബ്ലഡ് റിലേഷനിൽ തന്നെ നമ്മൾ ഫാമിലി ട്രീ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതൊരു പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഒരു ഫോട്ടോഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെ ചെയ്യും? അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ദ ബോയ് ഹേമന്ത് നൈതിക് എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് പറയുന്നു? ദാറ്റ് ബോയ് പ്ലേയിങ് വിത്ത് ദ ഫുട്ബോൾ ഇസ് ദി യങ്ങർ ഓഫ് ദി 2 brothers ഓഫ് ദ ഡോക്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ മൈ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പൊ മൈ എന്ന് പറയുന്ന വേർഡ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ മൈ ഫാദർ, അപ്പൊ ഹേമന്ത് ആണ് പറയുന്നത്. ഹേമന്ത് സെഡ് ടു നൈതിക്. അപ്പൊ ഹേമന്ത് നൈതിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ്. അപ്പൊ ഹേമന്ത് അവനെ ആയിരിക്കണമല്ലോ അവൻ മൈ എന്ന് പറയുന്നത് അവിടെ. അപ്പൊ മൈ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തെടുക്കണം? ഹേമന്ത് എടുത്തു. ഹേമന്തിന്റെ ഫാദർ അല്ലെ, ഹേമന്തിന്റെ ഫാദർ എടുത്തു. ഓക്കെ, മൈ ഫാദേഴ്സ് വൈഫ്. അപ്പൊ ഹേമന്തിന്റെ ആരായിട്ട് വരും? അവന്റെ അച്ഛന്റെ ഭാര്യ ആണെങ്കിൽ ഹേമന്തിന്റെ അമ്മയായിട്ട് വരും. മൈ ഫാദേഴ്സ് വൈഫ്. ഓക്കെ, ഹേമന്തിന്റെ മദർ ആണ്. ഓക്കെ, നെക്സ്റ്റ് മൈ എന്ന് പറയുന്ന വേർഡിൽ തുടങ്ങി നമ്മൾ വൈഫ് വരെ വന്നെത്തി. ഇനി എന്താ പറയുന്നത്? ദാറ്റ് ബോയ് പ്ലേയിങ് വിത്ത് ദ ഫുട്ബോൾ ഇസ് ദി യങ്ങർ ഓഫ് ദ 2 brothers ഓഫ് ദി ഡോക്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഡോക്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. അപ്പോ എന്റെ അച്ഛന്റെ ഭാര്യ, അപ്പൊ എന്റെ അമ്മയുടെ മകൾ അല്ലെ, ഡോക്ടർ എന്ന് പറയുമ്പോ മകൾ. അപ്പൊ ഇവിടെ ഡോക്ടറിനെ കൊടുത്തു. മകളുടെ യങ്ങർ ഓഫ് ദ 2 brothers ഓഫ് ദ ഡോക്ടർ ഓഫ്. അപ്പോ ഇവക്ക് 2 brothers ഉണ്ട്. ഒന്ന് ഹേമന്ത് ആവാം, ഇനി വേറൊരു ബ്രദറും കൂടെ ഉണ്ടെന്ന് എടുക്കണം അല്ലെ. ഒരു ബ്രദറും കൂടെ ഉണ്ട്. 2 brothers ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. ഒരു ബ്രദർ, മറ്റൊന്ന് ഹേമന്ത് ആണെന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, യങ്ങർ ഓഫ് ദ 2 brothers. ഈ 2 brothersൽ ഒരാള് യങ്ങർ ആണ് അല്ലെ. അപ്പൊ ഹേമന്ത് ഹിംസെൽഫ് ആണോ പറയുന്നേ? അല്ല, ഒരു ബോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ദ ബോയ് that a boy playing with the football. അയാള് ഫുട്ബോൾ കളിക്കുകയാണ്. ആ ഫുട്ബോൾ കളിക്കുന്ന പയ്യൻ എന്ന് പറയുന്നത് യങ്ങർ ഓഫ് ദ 2 brothers ഓഫ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. അപ്പൊ എന്റെ അച്ഛന്റെ ഭാര്യയുടെ മകൾ. അപ്പൊ എന്റെ സഹോദരിക്ക് 2 സഹോദരന്മാരുണ്ട്. അതിലെ ഏറ്റവും ഇളയ ആളാണ് ആ ഫുട്ബോൾ കളിക്കുന്നത് അല്ലെ, യങ്ങർ ഓഫ് ദി 2 brothers. ഓക്കെ, ഇവിടെ യങ്ങർ ഓഫ് ദി 2 brothers എന്ന് പറയുമ്പോൾ ആരായിരിക്കണം? ഒരു പയ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാറ്റ് ബോയ് എന്ന് പറഞ്ഞ് ഹേമന്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ അത് ആരായിരിക്കണം? ഹേമന്തിന്റെ ബ്രദർ ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, ബ്രദർ ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഇതായിരിക്കണം ദാറ്റ് ബോയ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പൊ പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ആയ സംഭവമാണ്, പക്ഷെ സിമ്പിൾ ആണ്. റീഡ് ചെയ്യുക ജസ്റ്റ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? മൈ എന്ന് പറയുന്ന വേർഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അവിടെ നിന്ന് തുടങ്ങുക. അപ്പൊ മൈ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കണക്ട് ചെയ്ത് ഒരു ഫാമിലി ട്രീ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഫാമിലി ട്രീന്റെ ആവശ്യം തന്നെ ഇല്ല അല്ലെ. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ. ഈ ഫാമിലി ട്രീന്റെ ആവശ്യമില്ല. ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. എന്റെ അച്ഛന്റെ ഭാര്യ, മൈ ഫാദേഴ്സ് വൈഫ്, അപ്പൊ എന്റെ അമ്മ, അവരുടെ മകൾ, അപ്പൊ എന്റെ സഹോദരിക്ക് 2 brothers, അതിലെ ഏറ്റവും ഇളയ ആൾ, അപ്പൊ അത് എന്റെ ബ്രദർ ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റിയാൽ അത്രയും എളുപ്പം അല്ലെ, അത്രയും ടൈം നമുക്ക് ലാഭിക്കാം. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഒരു ഫാമിലി ട്രീ വരച്ചെന്നേ ഉള്ളൂ. പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും മൈ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങുക. അവിടെ നിന്ന് കണക്ട് ചെയ്ത് ആൻസറിലോട്ട് എത്തുക. ഒരിക്കലും ഫാമിലി ട്രീ തന്നെ വരയ്ക്കണം എന്ന നിർബന്ധമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, സിലോജിസം ആണ് അല്ലെ. സിലോജിസം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാ, ഏറ്റവും കൂടുതൽ നമുക്കൊരു റെയിൽവേ എക്സാംസിന്, NDPC എക്സാംസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനും ഒരു ടോപ്പിക്കും, റീസണിങ്ങിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമുക്ക്. കാരണം സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിലോജിസം നമുക്ക് ചെയ്യാൻ അറിയാം. എങ്ങനെയാ? നമ്മൾ വെൻ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് അല്ലെ. വെൻ ഡയഗ്രാം, സർക്കുലർ വെൻ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് റീഡ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ്സ് റീഡ് ചെയ്യുമ്പോൾ ഓക്കെ അതിൽ നിന്നൊരു വെൻ ഡയഗ്രാം ഫോം ചെയ്യുക. അവിടെ നിന്ന് അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യണം? കൺക്ലൂഷൻസ് ഏതൊക്കെ ശരിയാവുന്നുണ്ടെന്ന് നോക്കണം. ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. സം ഡോർസ് ആർ ഷെൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കുറച്ച് ഡോർസ് ഷെൽസ് ആണ്. അപ്പൊ സം ഡോർസ് ആർ ഷെൽസ്. അപ്പൊ ഡോർസ് എടുക്കുന്നു, ഡോർസിലെ കുറച്ച് ഭാഗം ഷെൽസ്. അപ്പൊ സം ഡോർസ് ആർ ഷെൽസ് കൊടുത്തു. നെക്സ്റ്റ് എന്താ? ഓൾ ദ ഷെൽസ് ആർ വിൻഡോസ്. എല്ലാ ഷെൽസും വിൻഡോസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഷെൽസിന്റെ എല്ലാം വിൻഡോസിനുള്ളിൽ കവറായി വരുമെന്ന് എടുത്തു. ഓൾ ദ ഷെൽസ് ആർ വിൻഡോസ് എന്ന് എടുത്തു.
നെക്സ്റ്റ് ഇനി കൺക്ലൂഷൻസ് നോക്കാം. ആദ്യത്തേത് എന്താ? സം ഡോസ് ആർ വിൻഡോസ്. ഡോസിലെ കുറച്ച് ഭാഗം വിൻഡോസ് ആണ്. ആണോ? ഡോസിലെ ഇത്രയും ഭാഗം വിൻഡോസിൽ വരുന്നുണ്ട് അല്ലെ? അപ്പൊ സം ഡോസ് ആർ വിൻഡോ എന്ന് പറയുന്നത് ശരിയായ കൺക്ലൂഷൻ ആണ് അല്ലെ? സെക്കൻഡ് വൺ, നോ ഷെൽസ് ഈസ് ഡോർ. നോ ഷെൽസ് ഈസ് ഡോർ. ഷെൽസിനും ഡോറിനും തമ്മിൽ നോ റിലേഷൻ ആണോ? അല്ല. അതല്ലാണ്ടും എങ്ങനെ നോക്കാം? രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. എപ്പോഴാണെങ്കിലും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് കൺക്ലൂഷൻ വരില്ല. അതൊരു കോമൺ റൂൾ ആണ് അല്ലെ? നെഗറ്റീവ് കൺക്ലൂഷൻ വരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇൻ കേസ് പോസിബിലിറ്റിയിൽ ചോദിച്ചാൽ പോലും മേ ബി ചെക്ക് ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇവിടെ പോസിബിലിറ്റി അല്ല, നമുക്ക് ഡയറക്ട്ലി ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ വരത്തില്ല. അപ്പൊ ഇവിടെ നോ ഷെൽസ് ഈസ് ഡോർ എന്ന് പറയുന്ന കൺക്ലൂഷൻ ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് കൺക്ലൂഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ? വൺലി കൺക്ലൂഷൻ 1 മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഒന്ന് മാത്രം ഫോളോ ചെയ്യുന്നത് ഏതാ? ഓപ്ഷൻ എ. ഓക്കെ, നോക്കിക്കേ, സെയിം പോയിന്റിംഗ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിംഗ് ടു എ പേഴ്സൺ. Arnav said to Preeti, his mother is the only doctor of your father. How was Preeti related to that person? Okay, അപ്പോൾ പോയിന്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ ചെയ്യാം? Arnav said to Preeti. അപ്പോൾ അർണവ് ആണ് പ്രീതിയോട് പറയുന്നത് ഹിസ് മദർ ഈസ് ദി ഓൺലി ഡോക്ടർ ഓഫ് യുവർ ഫാദർ. അപ്പോൾ ഓക്കെ, യുവർ ഫാദർ എന്ന് പറയുമ്പോൾ ആരെയാ യുവർ ഫാദർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അർണവ് പ്രീതിയോടാണ് പറയുന്നത്. അപ്പൊ പ്രീതിയുടെ ഫാദർ അല്ലെ? അർണവ് പ്രീതിയോട് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾക്കിടയിൽ യുവർ ഫാദർ എന്നൊരു വേർഡ് വരുന്നുണ്ടെങ്കിൽ പ്രീതിയുടെ അച്ഛൻ. ഓക്കെ, പ്രീതിയുടെ അച്ഛന്റെ ഒരേ ഒരു മകൾ. അപ്പൊ പ്രീതിയുടെ അച്ഛന്റെ ഒരേ ഒരു മകളാവുമ്പോൾ അവിടെ ആരാണ്? പ്രീതിയാണ്. പ്രീതി ഹെർസെൽഫ് ആണ് അല്ലെ? യുവർ ഓൺലി ഡോക്ടർ ഓഫ് യുവർ ഫാദർ. ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോക്ടർ ഓഫ് യുവർ ഫാദർ. അപ്പോ ഹിസ്, അപ്പൊ അതാരാ? പ്രീതിയുടെ മകനെയാണ് പറയുന്നത് അല്ലെ? പ്രീതിയുടെ മകനെ ആയിരിക്കണം പറയുന്നത്. ദെൻ ഹൗ വാസ് പ്രീതി റിലേറ്റഡ് ടു ദാറ്റ് പേഴ്സൺ എന്നാ ചോദിക്കുന്നത്. അപ്പൊ പ്രീതി അവിടെ ആരാണ്? പ്രീതിയുടെ മകന് പ്രീതി എന്ത് റിലേഷൻ ആണ്? മദർ എന്ന് പറയുന്ന റിലേഷൻ ആണ് അല്ലെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത്, നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മദർ ആണ്. പക്ഷെ ഇനി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളവർക്ക് ഞാൻ ഡയഗ്രാം വരയ്ക്കാം. നമ്മളെ ഫാമിലി ട്രീ വരയ്ക്കാം. യുവർ ഫാദർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീതിയുടെ അച്ഛൻ അല്ലെ? പ്രീതിയുടെ അച്ഛൻ. ഫാദർ ഓഫ് പ്രീതിയുടെ ഫാദർ. ഓക്കെ, പ്രീതിയുടെ ഫാദറിനെ എടുത്തു. ഓൺലി ഡോക്ടർ, അപ്പൊ ആരെ എടുക്കണം? പ്രീതി ഹെർസെൽഫ് എടുക്കണം അല്ലെ? പ്രീതിയാണ് ആ ഡോക്ടർ എന്ന് എടുത്തു. ഇനി എന്താ പറയുന്നത്? ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോക്ടർ ഓഫ് യുവർ ഫാദർ. അപ്പൊ നിന്റെ അച്ഛന്റെ ഒരേ ഒരു മകളാണ് അവന്റെ അമ്മ അല്ലെ? അപ്പൊ അവൻ എന്ന് പറയുന്നത് പ്രീതിയുടെ സൺ ആയിരിക്കണം. ഓക്കെ, ഇനി ഈ പയ്യനും പ്രീതിക്കും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പയ്യന് പ്രീതി ആരാ? മദർ ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി മദർ ആണ്. തിങ്ക് ചെയ്താലും ആൻസർ കിട്ടും. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം വരയ്ക്കണം എന്ന നിർബന്ധമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഡയഗ്രാം വരച്ചത് ഇൻ കേസ് റീഡ് ചെയ്തിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്രാം വരച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ മദർ ആണ്. ഓക്കെ, ഫൈൻഡ് ദ മിസ്സിംഗ് ക്യാരക്ടർ ഇൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മിസ്സിംഗ് ക്യാരക്ടർ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഒരു സർക്കുലർ ഫോർമാറ്റിൽ ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മിസ്സിംഗ് ക്യാരക്ടർ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും NTPC എക്സാംസ്, റെയിൽവേ എക്സാംസിന് ഉറപ്പായിട്ടും ചോദിക്കാറുള്ള ഒരു പാറ്റേൺ ആണ് ചോദിക്കാറുള്ളത്. ഇതൊരു സർക്കുലർ ഫോർമാറ്റിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കിടയിൽ എന്തോ ഒരു കോമൺ റിലേഷൻ ഉണ്ട് അല്ലെ? ആ കോമൺ റിലേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഇവിടുത്തെ ആൻസർ കൊടുക്കാൻ. ഇത് 30 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ടൈം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓരോന്നിന്റെയും റിലേഷൻ നമുക്ക് കണ്ടതും മനസ്സിലാകണം എന്നില്ല. ഒരു ഇൻ ടൈംസ് ഓഫ് മിസ്സിംഗ് നമ്പർ ആണ് നമുക്ക് ഇങ്ങനെ തന്നിട്ട് കുറേ നമ്പേഴ്സ് തന്നിട്ട് മിസ്സിംഗ് നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പോസിബിലിറ്റി ഉണ്ട് ഓക്കെ പെട്ടെന്ന് നോക്കുമ്പം കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ഇതുപോലത്തെ ടൈപ്പിൽ അങ്ങനെ തന്നെ വരണം എന്നൊരു യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് നോക്കാം.
ഓക്കെ 3 എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്, നെക്സ്റ്റ് 5 ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ ഞാൻ നോക്കുവാണ്, 3 × 2 - 1 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 6 - 1 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 3 × 2 - 1 ചെയ്തപ്പോൾ 5 കിട്ടി. നെക്സ്റ്റ് ടേം എനിക്ക് കിട്ടി. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ 8 വരണമെങ്കിൽ 5 × 2 - 2 ചെയ്യണം അല്ലേ. അപ്പൊ എന്ത് കിട്ടും? 10 - 2 8 ആണെന്നുള്ള ആൻസർ കിട്ടും. 8 ആണെന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ടേമും കിട്ടി. നെക്സ്റ്റ് തേർഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. 8 × 2 - 3 ചെയ്താൽ കിട്ടും അല്ലെ. 16 - 3 13 എന്നുള്ള ആൻസർ കിട്ടും. പാറ്റേൺ പിടി കിട്ടിയല്ലോ. എന്ത് ചെയ്യുന്നു? ഇൻറ്റു 2 ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയ്ക്കുന്നത് മൈനസ് ചെയ്യുന്നത് 1 2 3 എന്ന് ഓരോ നമ്പർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 13 × 2 ചെയ്യണം, -4 ചെയ്യണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 26 - 4 22 ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, കറക്റ്റ് ആണ്, 22 ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായിരിക്കണം? 22 × 2 -4 അല്ലേ. അപ്പൊ 22 × 2 -4 ചെയ്യുമ്പോൾ 22 × 2 44 ആണ്. 44 മൈനസ് ഓക്കെ 22 × 2 ചെയ്യുമ്പോൾ നമുക്ക് 44 -4 സോറി 5 അല്ലേ ചെയ്യേണ്ടത്? 1 2 3 നെക്സ്റ്റ് ടൈം നമുക്ക് 5 ആണ്. ഓക്കെ, അപ്പോൾ 22 × 2 -5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 44 - 5 39 എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷനിൽ നോക്കിക്കേ, 39 എവിടെയാ? ഓപ്ഷൻ സി 39. ക്ലിയർ അല്ലേ? എന്ത് ചെയ്യുന്നു? ഇവിടെ × 2 -1, ഇവിടെ × 2 -2, ഇവിടെ × 2 -3, ഇവിടെ × 2 -4, ഇവിടെ × 2 -5. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 39 ആണ്. 39 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 39 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സെയിം ടൈപ്പ് സെയിം അതുപോലെ മിസ്സിംഗ് ടേം ക്യാരക്ടർ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം സർക്കുലർ ഫോർമാറ്റിൽ വരുന്നതാണ് അല്ലേ. നോക്കിക്കേ, 4 5 6 7 3 ആവുന്നു, 9 11. ഓക്കെ, എന്തെങ്കിലും സാധ്യതയുണ്ടോ നോക്കാം അല്ലേ. ഓക്കെ, വേറെ റിലേഷൻ ഒന്നും കിട്ടുന്നില്ല. 4 5 6 7 ആവുന്നുള്ളൂ. നെക്സ്റ്റ് എങ്കിൽ 8 വരണം, ഇല്ല 9 11. ഓക്കെ, അതല്ല. നെക്സ്റ്റ് വേറെ എന്ത് രീതി നോക്കാൻ പറ്റും? ഓക്കെ, ഞാൻ 11 × 9 × 3 × 7 ചെയ്താൽ എനിക്ക് എത്ര കിട്ടുന്നു? മൾട്ടിപ്ലൈ അഡിഷൻ എല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. താഴെയുള്ളത്, ഇതിന് താഴെയുള്ളത് മൾട്ടിപ്ലൈ അഡിഷൻ എല്ലാം ചെയ്ത് നോക്കാം. മുകളിലും അതുപോലെ ഈക്വലി ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 99 × 21 അല്ലേ, വലിയ നമ്പറാണ്. ഓക്കെ, കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. മുകളിലാണെങ്കിൽ അതുപോലെ എങ്കിൽ എക്സ്, ഈ ടേം ഞാൻ എക്സ് എന്ന് എടുത്താൽ x × 4 × 5 × 6 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4x × 30 120x എന്നാ കിട്ടുക അല്ലേ. ഓക്കെ, സം എടുത്താലോ? താഴെ 11 + 9 + 3 + 7 എന്ത് കിട്ടി? 10 19 20 30 കിട്ടി. മുകളിലത്തത് എടുത്താലോ? x + 4 + 5 + 6 എന്ത് കിട്ടുന്നു? 9 9 + 15 + x കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അഡിഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല അല്ലേ. അഡിഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ആഡ് ചെയ്യുമ്പോൾ മുകളിലുള്ള എല്ലാ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നു? താഴെയുള്ള എല്ലാ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 30 കിട്ടുന്നു. ഇത്രയും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് സം എന്ന് പറയുന്നത് 30 കിട്ടുന്നുണ്ട്. അപ്പൊ മുകളിലത്തെ ഇത്രയും ടേംസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 30 കിട്ടണം അല്ലേ. പക്ഷെ എന്തേ കിട്ടുന്നുള്ളൂ? 15 എക്സ് എന്ന് പറയുന്ന സ്ഥാനത്തും കൂടെ ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ അവിടെ 30 കിട്ടുള്ളൂ. അപ്പൊ അവിടെ എന്ത് കൊടുക്കാനേ സാധ്യതയുള്ളൂ? 15 കൊടുക്കാനേ സാധ്യതയുള്ളൂ. കാരണം 15 + x = 30 വരണം. അപ്പം x = എത്രയായിരിക്കും? 15 ആയിരിക്കും. അപ്പൊ നമ്മളുടെ ആൻസർ 15 ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഏതായിരിക്കണം വരിക? എക്സിന്റെ സ്ഥാനത്ത് ആൻസർ എന്ന് പറയുന്നത് 15 ആണ്. ഓപ്ഷൻ സി 15 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഇനി സർട്ടൻ കോഡ് ലാംഗ്വേജസ്. സ്റ്റാർ ഈസ് കോഡഡ് as. ഓക്കെ, സ്റ്റാർ എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്ന് പറയുന്നത് TSRA ആണ്. എങ്കിൽ 3 എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്താണ്? കോഡിംഗ് ഡീകോഡിംഗ് ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. കോഡിംഗ് ഡീകോഡിംഗ് ഒരു സിമ്പിൾ ടോപ്പിക് ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ഓക്കെ, സ്റ്റാർ എഴുതി, സ്റ്റാർ എന്ന് പറയുന്ന വേർഡ് എഴുതി. ഓക്കെ, അതിന്റെ കോഡ് TSRA ആണ്. ഓക്കെ, അതും കൊടുത്തു. ഓക്കെ, എങ്ങനെ മാറിയിട്ടുണ്ട്? ടി ഇവിടെ വന്നിട്ടുണ്ട്, എസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 2 ലെറ്റേഴ്സും ഷഫിളായി, ഇന്റർചേഞ്ച് ആയി.
നെക്സ്റ്റ് അതുപോലെ നോക്കുമ്പോൾ എ ഇവിടെ വന്നിട്ടുണ്ട്, ആർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയും 2 ലെറ്റേഴ്സും ഇന്റർചേഞ്ച് ആയി. സിമ്പിൾ കോഡാണ് അല്ലേ? അപ്പോൾ 3 എന്ന് പറയുന്ന വേർഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോഡ് കൊടുക്കണം. എന്താവും? ഓ ഇവിടെ വരും, എം ഇവിടെ വരും. സെയിം അതുപോലെ ഒ ഇവിടെ വരും, എൻ ഇവിടെ വരും. അപ്പൊ നമ്മളുടെ കോഡ് എന്തായിരിക്കണം? OMNO. OMNO എവിടെയാ? ഓപ്ഷൻ എയിലുണ്ട്. OMNO എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ട്രിക്കല്ല, ഒരു ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ കോഡിങ് ഡീകോഡിങ്. ഇവിടെ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ചെറിയ വേർഡായിരുന്നു. ഒരു വലിയ വേർഡാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എല്ലാ വേർഡും കൂടെ, അതായത് എല്ലാ ആൽഫബറ്റും കൂടെ ഇന്റർചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. ആദ്യത്തെ 2 എണ്ണം ചെയ്ത് നോക്കുക. ആ 2 ഓർഡറിൽ, ഇപ്പൊ നമ്മൾ ഇത് 2ഉം ചെയ്യുമ്പോൾ OM എന്ന് പറയുന്ന ഓർഡറിൽ എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കണം. അപ്പൊ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും അവിടെ എലിമിനേറ്റ് ആയി പോകും അല്ലെ? അപ്പൊ ഇത് 4 ലെറ്റർ വേർഡ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. പക്ഷെ ഒരു വലിയൊരു 6 ലെറ്റർ ഓർ 7 ലെറ്റർ വേർഡ്സ് ഓർ 8 ലെറ്റർ വേർഡ്സ് വരുമ്പോൾ നമുക്ക് കുറെ ടൈം എടുക്കും. അപ്പൊ അവസാനത്തെ ലെറ്റർ എന്താണ്? ഇവിടെ 2ലും അവസാനത്തെ ലെറ്ററിന് ചെറിയ ചേഞ്ച് ഉണ്ട്. അവസാനത്തെ ലെറ്റർ എന്ത് വരുമെന്ന് നോക്കുക. അത് O ആണെന്ന് മനസ്സിലായി. അപ്പോൾ O വരുന്ന ഓപ്ഷനിലോട്ട് കുത്തുക. ക്ലിയർ അല്ലേ? ബാക്കി ഒരുപാട് എല്ലാം ചെയ്ത് ആൻസർ കറക്റ്റ് ആണോ എന്ന് പിന്നെ ഓപ്ഷനിൽ ഓരോ ആൽഫബറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത്, ടൈം എടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, കംപ്ലീറ്റ് ദ ഫിഗർ. അപ്പോൾ ഫിഗർ ബേസ്ഡ് സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ ഫിഗർ. അപ്പോൾ ഓക്കെ നോക്കാം. ഈ തന്നിട്ടുള്ള ഫിഗറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇതിൽ നിന്ന് ഏത് പാർട്ട് എടുത്ത് പ്ലേസ് ചെയ്താലാണ് വരിക എന്നുള്ളതാണ് അല്ലേ? 1 2 3 4 എന്ന് പറഞ്ഞ് 4 അൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഏതിനെ എടുത്ത് ഈ പറയുന്ന MD സ്പേസിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആകും. ഓക്കെ, നോക്കിക്കേ, ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് ഷേപ്പ് ഫോം ചെയ്യുന്നത്? ഈ സർക്കുലർ ഷേപ്പ് ഓക്കെ വരാൻ സാധ്യതയുള്ളത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരണം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, 3 വരാൻ 4 വരാനും സാധ്യതയുണ്ട്. ഇനി 3ഉം 4ലും എലിമിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ 3ല് ഫിഗർ എങ്ങനെ വരുന്നുണ്ട്? ഇത് താഴെ ടച്ച് ആവുന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? താഴെ ടച്ച് ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിഗർ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടച്ച് ആയല്ലേ വരുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ആയിട്ട് ഫോം ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ ഫിഗർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 4th വൺ മാത്രം നോക്കിയാൽ മതി അല്ലെ? ഈ ഷേപ്പ് ആണെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യേണ്ട സാധ്യതയില്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി 4 എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സെയിം അഗെയിൻ സിലോജിസം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ തന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഓക്കെ, സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യുക. അഗെയിൻ കൺക്ലൂഷൻസ് ഏതൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്ത് ആദ്യം എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കണം. ദെൻ ഇതിലും ഇവിടെയുണ്ട് നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ നെഗറ്റീവ് കൺക്ലൂഷൻ, എന്തായാലും അത് തെറ്റായിരിക്കും അല്ലെ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്ന സ്ഥലത്ത് ഒരിക്കലും നെഗറ്റീവ് കൺക്ലൂഷൻ വരത്തില്ല. അപ്പം സെക്കൻഡ് കൺക്ലൂഷൻ നമുക്ക് തെറ്റാണ്. ഇനി നോക്കിയാലോ, സം ബെഞ്ചസ് ആർ ഓട്ടോസ്. ബെഞ്ചസ് എടുക്കുന്നു, ബെഞ്ചസിലെ കുറച്ച് ഭാഗം ഓട്ടോ ആണെന്ന് വരച്ചു. സം ബെഞ്ചസ് ആർ ഓട്ടോ. നെക്സ്റ്റ് എന്താ? ഓൾ ദ ബോക്സസ് ആർ ഓട്ടോസ്. എല്ലാ ബോക്സും സം ബെഞ്ചസ് ആർ ഓട്ടോ, ഓൾ ദ ബോക്സസ് ആർ ഓട്ടോ ആണ് അല്ലെ? ഓക്കെ, ഓട്ടോയ്ക്കുള്ളില് ബോക്സസ് വരുന്നുണ്ടെന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇനി എന്താ പറയുന്നത്? ഓൾ ദ പെൻസ് ആർ ബെഞ്ചസ്. അപ്പൊ പെൻസ് എല്ലാം തന്നെ ബെഞ്ചസിനുള്ളിൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? വെൻ ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ടല്ലോ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. സം ബെഞ്ചസ് ആർ ഓട്ടോ, ബെഞ്ച് കൊടുത്തു, ബെഞ്ചിലെ കുറച്ച് ഭാഗം ഓട്ടോ ആണെന്ന് കൊടുത്തു. നെക്സ്റ്റ് ഓൾ ദ ബോക്സസ് ആർ ഓട്ടോസ്. അപ്പോൾ ഓട്ടോയ്ക്കുള്ളിൽ ബോക്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഓൾ ദ പെൻസ് ആർ ബെഞ്ചസ്. എല്ലാ പെന്നും ബെഞ്ചസ് ആണെന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? കൺക്ലൂഷൻസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം. ആദ്യത്തെ കൺക്ലൂഷൻ, സം ബെഞ്ചസ് ആർ ബോക്സസ്. ബെഞ്ചസിലെ കുറച്ച് ഭാഗം ബോക്സ് ആണെന്ന് പറയുന്നുണ്ട്. ആണോ? ബെഞ്ചിലെ കുറച്ച് ഭാഗം ബോക്സിൽ ടച്ച് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ ആണ്. നമുക്ക് എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ വരത്തില്ല. അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ തെറ്റാണ്. തേർഡ് ഒന്ന് നോക്കിക്കേ, സം ബോക്സസ് ആർ ബെഞ്ചസ്. ബോക്സസിലെ കുറച്ച് ഭാഗം ബെഞ്ച് എന്നാ പറയുന്നത്. അപ്പൊ ബോക്സിലെ കുറച്ച് ഭാഗം ബെഞ്ച് ആണോ? ടച്ച്ഡ് അല്ല അല്ലെ? അപ്പൊ ആ കൺക്ലൂഷനും നമുക്ക് തെറ്റി. ഇനി നമുക്ക്
ഐദർ ഓപ്ഷൻസ് വരാൻ ഓപ്ഷൻസിൽ ഐദർ ഓർ കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, 4 ഓപ്ഷൻസിലും അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക? 3 കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നില്ല. സോ നമുക്ക് നൺ ഓഫ് 3 എന്നല്ലേ കൊടുക്കാൻ പറ്റൂ. നൺ ഓഫ് 3 ഒന്നും തന്നെ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് 3 ആണ്. ഓക്കെ അല്ലേ? എന്ത് ചെയ്യുക? ആദ്യം വെൻ ഡയഗ്രാം വരച്ചു, ബെഞ്ചസിൽ കുറച്ച് ഭാഗം ഓട്ടോ, ദെൻ ഓൾ ദ ബോക്സസ് ആർ ഓട്ടോ, ഓട്ടോയ്ക്കുള്ളിൽ ബോക്സസ് വരച്ചു, ഓൾ ദ പെൻസ് ആർ ബെഞ്ചസ്, പെൻസസ് എല്ലാം ബെഞ്ചസിനുള്ളിൽ വരച്ചു, ദെൻ സം ബെഞ്ചസ് ആർ ബോക്സസ്, ബെഞ്ചിൽ കുറച്ച് ഭാഗം ബോക്സ് ആണോ എന്ന് നോക്കി, അല്ല, നോ പെന്നീസ് ഓട്ടോ, ഒരിക്കലും ശരിയാവത്തില്ല, ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ. നെക്സ്റ്റ് തേർഡ് ഓൺ സം ബോക്സസ് ആർ ബെഞ്ചസ്, ബോക്സിലെ കുറച്ച് ഭാഗം ബെഞ്ചിൽ ടച്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കിയില്ല. അപ്പോൾ ഇതെല്ലാ കൺക്ലൂഷൻസും തെറ്റായത് കൊണ്ട് നൺ ഫോളോസ് ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ആൻസർ ഇല്ലാത്തത് കൊണ്ട് നൺ ഓഫ് 3 ഓർ നൺ ഓഫ് 3 എന്ന് എന്താണ് അവർ ഉദ്ദേശിച്ചാലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ആൻസർ ഏതാണ്? നൺ ഓഫ് 3 എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. കുറച്ച് ഇച്ചിരി റീഡ് ചെയ്യണം, റീഡ് ചെയ്ത് അതിന്റെ മീനിങ് മനസ്സിലാക്കണം, മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ പോസിബിൾ ആയിട്ട് വരുന്ന കൺക്ലൂഷൻ ഏതാണോ അത് മാത്രം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കൊടുക്കണം. ജസ്റ്റ് കറക്റ്റ് നമ്മളുടെ സിലോജിസം ടൈപ്പ് തന്നെയാണ്. പക്ഷെ സിലോജിസത്തിൽ നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ഒരു വെൻ ഡയഗ്രാം വെച്ച് നമുക്ക് വരച്ചിട്ട് അതിൽ നിന്ന് ഏത് ഫോളോ ചെയ്യും എന്ന് ഷുവറായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ, കോസ് ആൻഡ് എഫക്റ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഇംഗ്ലീഷ് റീഡ് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക്, മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഇത് അധികം നെഗറ്റീവ് അടിക്കാനും സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ഈസ് എ ലക്ഷറി ഇൻ കൺട്രി എക്സ് വേർ റേറ്റ് ഓഫ് മോർട്ടാലിറ്റി ഡ്യൂ ടു ഹങ്കർ, malnutrition and unhygienic condition is very high as compared to the other nation of that region. ഓക്കെ, അപ്പൊ കൺട്രി എക്സിൽ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷറി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ദെൻ എന്താ അവിടെ അൺഹൈജീൻ കണ്ടീഷൻസ് ഈസ് വെരി ഹൈ ആസ് കമ്പയർ ടു അതർ നേഷൻ ഓഫ് ദാറ്റ് റീജിയൻ. അപ്പൊ ആ കൺട്രിയിൽ ആ നേഷനിലുള്ള അതർ റീജിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കൺട്രി എക്സിൽ അൺഹൈജീൻ കണ്ടീഷൻസും വെരി ഹൈ ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കൺക്ലൂഷൻ ഇന്ന് നോക്കുമ്പോൾ പീപ്പിൾ ഇൻ കൺട്രി എക്സ് cannot afford to have many luxurious life. ഓക്കെ, അവിടെയുള്ള കൺട്രി എക്സിലുള്ള പീപ്പിൾസിന് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലക്ഷറി ലൈഫ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഗുഡ് ഹെൽത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഓക്കെ, ഗുഡ് ഹെൽത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഇൻ ടേംസ് ഓഫ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്തെടുക്കുമ്പോൾ അവിടെ അത് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണെന്നോ ഓർ ഗുഡ് ഹെൽത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ എക്സ്ട്രാ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് ഗുഡ് ഹെൽത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന കൺക്ലൂഷൻ ഒരിക്കലും ഫോളോ ചെയ്യത്തില്ല. കാരണം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മളുടെ സിലോജിസത്തിൽ എന്താ, സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ട്രൂ ആയ കൺക്ലൂഷൻ എന്ന് കൊടുക്കാൻ പറ്റൂ അല്ലേ? അതേ സെയിം റൂൾ തന്നെയാണ് ഇവിടെ. സ്റ്റേറ്റ്മെന്റിൽ നിന്ന് റീഡ് ചെയ്യുക, ബാക്കി നമ്മളുടെ നോളജിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ളത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്തു, സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരിക്കലും ഗുഡ് ഹെൽത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെക്കൻഡ് കൺക്ലൂഷൻ തെറ്റാണെന്നുള്ളത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഗുഡ് ഹെൽത്ത് ലക്ഷറി ആണ് കൺട്രി എക്സിൽ അല്ലെ? ദെൻ അവിടെ അൺഹൈജീൻ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് കൺട്രി എക്സിലുള്ള പീപ്പിൾസിന് ഗുഡ് ഹെൽത്ത് ലക്ഷറിയസ് ആണ്, ഓർ അഫോർഡ് ടു ഹാവ് മെനി ലക്ഷറിയസ് ലൈഫ് അഫോർഡ് ചെയ്യാൻ, ടു ഹാവ് മെനി ലക്ഷറിയസ് ലൈഫ്, കെനോട്ട് അഫോർഡ് എന്നാ പറയുന്നത് അല്ലെ? അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അല്ലെ? അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? ഒരു പോസിബിൾ ആയ കൺക്ലൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ഏത് കൊടുക്കാൻ പറ്റും? വൺലി കൺക്ലൂഷൻ 1 ഫോളോ എന്നുള്ള ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വണ്ണിലോട്ട് പോകാമോ? ഓക്കെ, സെയിം സിലോജിസത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺക്ലൂഷനിൽ ഒഴിവാക്കാൻ നെഗറ്റീവ് കൺക്ലൂഷൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ്സ് റീഡ് ചെയ്യുക, വെൻ ഡയഗ്രാം വരയ്ക്കുക, അവിടെ നിന്ന് ഏതൊക്കെ കൺക്ലൂഷൻസ് ഫോളോ ചെയ്യുന്നു എന്നുള്ള ആൻസർ കൊടുക്കാം. അപ്പോൾ ഓക്കെ, നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ്സ് ഓൾ ദ വേഴ്സ് ആർ ബുക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ വെൻ ഡയഗ്രാം വരയ്ക്കും? എല്ലാ വേഴ്സും എടുക്കും, ഓൾ ദ വേഴ്സ് ആർ ബുക്ക് എന്നുള്ളത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഓൾ ദ പ്ലേറ്റ്സ് ആർ ബുക്സ്. എല്ലാ പ്ലേറ്റും ബുക്കിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, വേറെ എന്തുണ്ട്? സം വാലറ്റ്സ് ആർ പ്ലേറ്റ്സ്. അപ്പൊ പ്ലേറ്റ്സിനുള്ളിൽ വാലറ്റ്സ് വരണം. ഇതേതാ? വയേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി
WIയും WAയും എഴുതി. അപ്പോൾ പ്ലേറ്റ്സിനുള്ളിൽ വാലറ്റ്സ് കൊടുത്തു, ബുക്കിനുള്ളിൽ വയേഴ്സും പ്ലേറ്റ്സും കൊടുത്തു. ഇനി നോക്കിക്കേ, സം വയേഴ്സ് ആർ പ്ലേറ്റ്സ്. അപ്പോൾ വയേഴ്സിലെ കുറച്ച് ഭാഗം പ്ലേറ്റ് ആണോ നോക്കിക്കേ, നമ്മളുടെ കൺക്ലൂഷൻ ചെക്ക് ചെയ്തേ. സം വയേഴ്സ് ആർ പ്ലേറ്റ്, വയേഴ്സിലെ കുറച്ച് ഭാഗം പ്ലേറ്റ് ആണോ? ടച്ച് അല്ല അല്ലേ. അപ്പൊ നമുക്ക് മേ ബി ഇരിക്കാം, ഇരിക്കാതെയും ഇരിക്കാം, ഒരു പോസിബിലിറ്റി മാത്രമേ അവിടെ പറയാൻ പറ്റൂ. അപ്പോൾ ഈ കൺക്ലൂഷൻ നമുക്ക് തെറ്റെന്ന് എടുക്കും. ഓക്കെ, സെക്കൻഡ് കൺക്ലൂഷൻ, സം ബുക്സ് ആർ വയേഴ്സ്. ബുക്കിലെ കുറച്ച് ഭാഗം വയേഴ്സ് ആണോ? അതെ, ബുക്കിന്റെ ഉള്ളിലാണ് വയേഴ്സ് വരുന്നത്. അപ്പോൾ ബുക്കിലെ കുറച്ച് ഭാഗം വയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കൺക്ലൂഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. തേർഡ് നോക്കിക്കേ, സം ബുക്സ് ആർ വാലറ്റ്സ് എന്നാ പറയുന്നത്. അപ്പോൾ ബുക്സിലെ കുറച്ച് ഭാഗം വാലറ്റ് ആണോ? ബുക്സിന്റെ കുറച്ച് ഭാഗത്തിനുള്ളിലാണ് പ്ലേറ്റ് വരുന്നത്, ആ പ്ലേറ്റിനുള്ളിലാണ് നമുക്ക് വാലറ്റ് വരുന്നത്. അപ്പൊ സം ബുക്സ് ആർ വാലറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ്, ഒരു ശരിയായ കൺക്ലൂഷൻ ആണ്. അപ്പൊ തേർഡ് കൺക്ലൂഷനും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ശരിയായി? സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലെ. ഓക്കെ, 2 and 3 ഫോളോ ചെയ്യുന്നത് ഏതാ? ഓപ്ഷൻ ബി, ഓൺലി 2 and 3. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അഗെയിൻ ഒരു മിസ്സിംഗ് നമ്പർ അല്ലെ, മിസ്സിംഗ് ക്യാരക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓരോ ഫിഗറും തന്നിട്ടുണ്ട്, ഓരോന്നിനും ഓരോ റിലേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും, തിങ്ക് ചെയ്യണം, ചെയ്ത് നോക്കണം അല്ലെ. സോൾവ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാനിവിടെ നോക്കുന്നു 915364, താഴെ 364 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, ഇവിടെ 550 ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കുന്നു എന്തായാലും ഇതിൽ നിന്ന് 9ൽ നിന്ന് ഇൻഡിവിജ്വലി ഓരോ നമ്പറായിട്ട് എടുത്താൽ ഈ സെന്റർ നമ്പർ എങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ ആ 915 അങ്ങനെ ചേർത്ത് എടുക്കുന്നു, 915. നെക്സ്റ്റ് അഗെയിൻ താഴെയുള്ളത് 364, എന്തായാലും 364 എന്ന് തന്നെ എടുക്കുന്നു. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 551 വരത്തില്ല. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വരുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 155, യെസ് കിട്ടി, 551 കിട്ടി അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ഈ 3 നമ്പറിനെയും ചേർത്തെടുത്തു, താഴത്തെ 3 നമ്പറിനെയും ചേർത്തെടുത്തു, ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് 551 കിട്ടുന്നുണ്ട്. എനിക്ക് ഇവിടെ 551 ആണ്. സെക്കൻഡ് കണ്ടീഷൻ അതുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേ. 543, സെക്കൻഡ് ഫിഗർ എടുക്കുന്നു, 543, 789. ഓക്കെ, കുറച്ച് നോക്കുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 4 6, സോറി തിരിച്ചല്ലേ കൊടുക്കേണ്ടേ, ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്. ഓക്കെ, 789ൽ നിന്ന് 543. ഓക്കെ, തിരിച്ചു കൊടുക്കാം. 789, 543 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 246 ആണ് കിട്ടുന്നത്. യെസ് ഉണ്ട്, 246 ഉണ്ട് അല്ലേ. അപ്പോൾ ഡിഫറൻസ് തന്നെയാണ്, ഷുവർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഓക്കെ ഡിഫറൻസ് ആണ് കിട്ടി, സെക്കൻഡ് വൺ ചെക്ക് ചെയ്തു ഡിഫറൻസ് ആണ്. അപ്പോൾ തേർഡ് വൺ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. 863നും 241നും ഡിഫറൻസ് എടുക്കണം. അപ്പോൾ നോക്കിക്കേ, 863 മൈനസ് 241 എടുക്കുമ്പോൾ 226. 622 ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി 622 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? എന്ത് ചെയ്തിട്ടുണ്ട്? മുകളിലത്തെ നമ്പേഴ്സ് എടുക്കുക, അവിടെ നിന്ന് അതിനെ ഒരു നമ്പറായിട്ട് എടുക്കുക, അതുപോലെ താഴത്തെ നമ്പറിനെ ഒരു നമ്പറായിട്ട് എടുക്കുക, രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക. പക്ഷെ ഇവിടെ എന്താണ്, സെക്കൻഡ് ഫിഗറിൽ വരുമ്പോൾ മുകളിലത്തത് ചെറിയ നമ്പറും താഴത്തത് വലിയ നമ്പറുമാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഡിഫറൻസ് എന്ന് മാത്രം കൺസിഡർ ചെയ്യുക. രണ്ട് നമ്പറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മിഡിൽ നമ്പർ. ഈ രണ്ട് നമ്പറിൻ്റെയും, ഈ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് ആണ് മിഡിൽ നമ്പർ എന്നെടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അല്ലാണ്ട് മുകളിൽ നിന്ന് താഴെ മൈനസ് ചെയ്യാന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആൻസർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇനി സർട്ടൈൻ കോഡ് ലാംഗ്വേജസ്. ഹിസ്റ്ററി എന്ന് പറയുന്ന വേർഡ് കോഡ് ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട്. സിവിക്സ് എന്ന് പറയുന്ന വേർഡ് കോഡ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ദെൻ വിസിറ്റേഴ്സ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഹിസ്റ്ററി എന്ന് പറയുന്ന വേർഡ് കോഡ് ചെയ്യുന്നു 7326845 ആണ്. സിവിക്സ് എന്ന് പറയുന്ന വേർഡ് 135312 ആണ്. ഓക്കെ, അതുപോലെ ഏത് കൊടുക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോഡിംഗ് ഡീകോഡിംഗിൽ നമ്മളുടെ കോമൺ റൂൾ, ഫസ്റ്റ് റൂൾ എന്താണ്? തന്നിട്ടുള്ളത് റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ള കോഡ് എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഹിസ്റ്ററിക്ക് 7326845 എന്നുള്ളതും സിവിക്സിന് 135312 എന്നുള്ളതും എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഐ ഉണ്ട്. ഐ എന്ന് പറയുന്ന വേർഡിന് ഇവിടെ സെക്കൻഡ് കോഡായിട്ട് വരുന്ന 3 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ സിവിക്സിലും സെക്കൻഡ് ടേമും ദെൻ അതുപോലെ ഫോർത്ത് ടേമും എന്ത് വരണം? 3 വരണം. ആണോ? സെക്കൻഡും ഫോർത്തും 3 ആണ്.
ഓക്കെ, എസിന് അങ്ങനെയാണെങ്കിൽ 2 വരണം, എസിന് 2 ആണ്. അപ്പൊ ശരിയാണ്. എന്താ, ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ, ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വെച്ചാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പോ വിസിറ്റേഴ്സ് എന്ന് പറയുന്ന വേർഡ് എടുത്തു കഴിഞ്ഞാൽ, വിസിറ്റർ എന്ന് പറയുന്ന വേർഡ് എടുത്തു കഴിഞ്ഞാൽ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കോഡ് വരും നോക്കിക്കേ. വിക്ക് ഇവിടെ സിവിക്സിന് വിക്ക് മൂന്നാമത്തെ കോഡ് 5 അല്ലേ. അപ്പൊ 5 എന്ന് പറയുന്ന കോഡ് വിക്ക് വരും. ഓക്കെ, ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി എലിമിനേറ്റ് ചെയ്തു. ഇനി ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. അവിടെ നെക്സ്റ്റ് നിങ്ങൾ എടുക്കേണ്ട കാര്യം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എല്ലാ നമ്പേഴ്സിനും എല്ലാ ആൽഫബറ്റ്സിനുമുള്ള കോഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് സമയം കളയരുത്. നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് 2 ഓപ്ഷൻസ്. ഇനി 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അവിടെ നോക്കുക, 2 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ 5 3 2 ആണ്, 2 3 ആണ്, 6 നെക്സ്റ്റ് 6 ആണ്. ഓക്കെ, ഇവിടെയും 5 3 2 3 6. അപ്പോൾ ഈ ടേം വരെ, അതായത് 2 4 5 ഫിഫ്ത്ത് ടേം വരെ, ഫിഫ്ത്ത് ആൽഫബറ്റ് വരെ നമ്മൾ എന്ത് കോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും എന്താണ്, റിപ്പീറ്റഡ് ആണ് 2 ഓപ്ഷൻസിലും. എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് 2വിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ അല്ലെ. 2 ഓപ്ഷൻസിലും ലാസ്റ്റ് 2 ആൽഫബറ്റ്സിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഞാൻ ലാസ്റ്റ് 2 ആൽഫബറ്റ്സ് മാത്രം കോഡ് എടുത്താൽ പോരെ. യെസ്. അപ്പോൾ ഓക്കും ആറിനും വിസിറ്റർ ലാസ്റ്റ് 2 ആൽഫബറ്റ് എന്ന് പറയുന്നത് O ആൻഡ് R ആണ്. ഓക്കും ആറിനും എന്ത് കോഡ് വരും എന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഹിസ്റ്ററി അവസാനത്തിൽ നിന്ന് മുൻപോട്ട് വരുന്ന 2 ലെറ്റേഴ്സിന് എന്താണോ കോഡ് വരുന്നത് അത് തന്നെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2 എണ്ണം 84 ആണ് വരുന്നത് അല്ലെ. ഓക്കും ആറിനും 8 and 4 ആണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് 2 കോഡ് എന്ന് പറയുന്നത് 8 and 4 ആണ്. 84 വരുന്ന കോഡ് ആൻസർ ഏതാ, ഓപ്ഷൻ എ. ഇങ്ങനെ വേണം ആൻസർ കൊടുക്കാൻ. ഇവിടെയും ഫസ്റ്റ് വീക്കുള്ള കോഡ് കണ്ടുപിടിച്ചില്ലെങ്കിലും അവസാനത്തെ 84 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സമയം എത്രത്തോളം നമുക്ക് ലാഭിച്ചെടുക്കാം എന്നുള്ളതിൽ ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് കാര്യം എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിലല്ല, അതെങ്ങനെ നമ്മൾ അപ്ലിക്കബിൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ എന്ത് ചെയ്യണം, ഇതെല്ലാത്തിനും കോഡ് കണ്ടുപിടിച്ച് അതിനെ ഇവിടെ കൊണ്ടുവന്ന് 5 3 ആണോ 2 3 ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് ആൻസർ കൊടുക്കാൻ എടുക്കുന്ന സമയത്തിനേക്കാളും അവസാനത്തെ 2 ആൽഫബറ്റ്സിനുള്ള കോഡ് 84 ആണെന്ന് കണ്ടുപിടിച്ച് 84 ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കി കൊടുക്കുന്നതിനും എടുക്കുന്ന ടൈമിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവസാനത്തെ 2 ആൽഫബറ്റിന്റെ കോഡ് മാത്രം നോക്കുക, ആൻസർ കൊടുക്കുക. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കൊടുക്കാൻ പഠിക്കുക. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും കോഡിംഗ് ഡീകോഡിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കിൻ എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്ന് പറയുന്നത് ISKN ആണ്. എങ്കിൽ മിന്റ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നാ ചോദിക്കുന്നത്. ഓക്കെ, സിങ്ക് SINK. സിങ്ക് എന്ന് പറയുന്ന വേർഡ് ISKN. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ അല്ലേ. എന്ത് ചെയ്തേക്കുന്നു, ആൽഫബറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തേക്കുന്നു. ഇവിടെയും സെയിം ആൽഫബറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തേക്കും. നമുക്കിനി കോഡായിട്ട് കണ്ടുപിടിക്കേണ്ടത് മിന്റ് എന്ന് പറയുന്ന വേർഡാണ്. മിന്റ് എന്ന് പറയുന്ന വേർഡിന് കോഡ് കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് ചെയ്യണം, 3 സെക്കൻഡ്സ് എടുക്കാവൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് നോക്കിക്കേ, എല്ലാത്തിലും അവസാനത്തെ ആൽഫബറ്റ് വേറെ വേറെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിലെടുക്കാം. അവസാനത്തെ ആൽഫബറ്റ് എന്ത് വരും, N വരും. അവസാനത്തെ ആൽഫബറ്റ് N വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർന്നു, ഇത്രയേ ഉള്ളൂ. 2 സെക്കൻഡ്സിന്റെ കാര്യം പോലും ഇല്ല. ആദ്യത്തത് കോഡ് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കി നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇതായിരിക്കണം അവസാനം വരേണ്ടത്. അവസാനത്തെ ആൽഫബറ്റ് N വരുന്ന ഓപ്ഷൻ, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ, അടുത്തത് എന്താ, ഓഡ് ഓൺ ഔട്ട് ആണ് അല്ലെ. 4 പെയർ ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇടയിൽ ഒരു ബന്ധം ഉണ്ടാവും, ഓർ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ഇതിൽ ആരാണ് ഓഡ് ഓൺ ഔട്ട് ആയിട്ട് വരുന്നത്, ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ് അല്ലെ. ബാക്കി 3ൽ നിന്ന് ഒരാൾ മാത്രം ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കേ, നോക്കുമ്പോ സ്റ്റുഡൻറ്, പാഡി, സോൾജേഴ്സ്, പൊളിറ്റീഷ്യൻ. നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടി. എന്താ, സ്റ്റുഡന്റ് ആണെങ്കിലും സോൾജേഴ്സ് ആണെങ്കിലും പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഹ്യൂമന്റെ ഓരോരോ പൊസിഷൻസിന് നമ്മൾ പറയുന്നതാണ് അല്ലെ. അപ്പൊ പാഡി എന്ന് പറയുന്ന ഒരു ക്രോപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഓപ്ഷൻ ബി എന്നുള്ള ആൻസർ നമുക്ക് ഓഡ് ഓൺ ഔട്ട് ആണെന്നുള്ളത് ഡയറക്ട്ലി സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്താ കോമൺ ആയിട്ട് വന്നിട്ടുള്ള സെയിം ഓഡ് ഓൺ ഔട്ട് ആണ്. എല്ലാത്തിനും ഇടയിൽ ഓരോ പെയറിനും ഇടയിൽ ഓരോ റിലേഷൻ ഉണ്ട്.
ദെൻ വിച്ച് വൺ ഈസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്, ബാക്കി മൂന്നിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു പെയർ ഏതാണ്? ഓക്കെ, ഹാർഡ് സോഫ്റ്റ്. ഓക്കെ, ഹാർഡ് സോഫ്റ്റ് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ലോങ് ഹൈ, സ്വീറ്റ് സോർ, ഓക്കെ, പോയിന്റഡ് ബ്ലണ്ട്. ഓക്കെ, ഇതില് ഓപ്പോസിറ്റ് ഒരു വേർഡ്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏതെടുക്കാം നമുക്ക്? ലോങ് ഹൈ എന്നുള്ളത് ഒരിക്കലും ഓപ്പോസിറ്റ് അല്ല, ലോങ്ങിന്റെ ഓപ്പോസിറ്റ് അല്ല ഹൈ എന്ന് പറയുന്നത്, ഷോർട്ട് വരണം അല്ലെ. ഇവിടെ ഹൈ എന്നാ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ? സെയിം നെക്സ്റ്റ്. ഓക്കെ, ഒരു ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. RRB ഗ്രൂപ്പ് ഡിക്ക് 2018 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? ആദ്യം റീഡ് ചെയ്യുക. റീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എ ഈസ് ദി സിസ്റ്റർ ഓഫ് ബി. അപ്പോൾ എ ബിയുടെ സിസ്റ്റർ ആണ്. എ ഈസ് ദി സിസ്റ്റർ ഓഫ് ബി കൊടുത്തു. നെക്സ്റ്റ് സി ഈസ് ദി ബ്രദർ ഓഫ് ഡി, ഇ ഈസ് ദി ഫാദർ ഓഫ് എഫ്, ജി ഈസ് ദി മദർ ഓഫ് എച്ച് ആൻഡ് എഫ് ഈസ് ദി ഡോക്ടർ ഓഫ് ഡി, സി ഈസ് ദി സൺ ഓഫ് ജി. ദെൻ ഇവിടെ എന്നും ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇപ്പോൾ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുത്ത് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇവിടെ ബന്ധമായിട്ടുള്ള, അതായത് ഈ പറഞ്ഞിട്ടുള്ള എയും ബിക്കും റിലേറ്റഡ് ആയിട്ട് ഓർ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. അപ്പൊ നമുക്ക് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ബി ഈസ് ദി ഡോക്ടർ ഓഫ് സി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബി ഗേൾ ആണെന്ന് കിട്ടി. ആരാണ്? സിയുടെ ഡോക്ടർ ആണ്. അപ്പൊ സിയുടെ ഡോക്ടർ ആണ് ബി എന്നുള്ളത് എടുക്കാം. ഓക്കെ, എ സിസ്റ്റർ ഓഫ് ബി ആണ്, ബി ഈസ് ദി ഡോട്ടർ ഓഫ് സി എന്ന് എടുത്തു. ബി ഡോട്ടർ ഓഫ് സി എന്ന് എടുത്തു. അപ്പൊ എയും ഡോട്ടർ ഓഫ് സി ആയിരിക്കണം. നെക്സ്റ്റ് വേറെന്താ പറയുന്നത്? അപ്പോൾ ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തു, ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തു. നെക്സ്റ്റ് സി ഈസ് മാരീഡ് ടു ജി. ഓക്കെ, സി നമുക്കിവിടെ ഉണ്ട്, സോറി ജെ. സി ഈസ് മാരീഡ് ടു ജെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിയുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ജെ ആയിരിക്കണം. സിയുടെ ജെൻഡർ നമുക്ക് അറിയാത്തത് കൊണ്ട് അതും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും സിയുടെ കപ്പിളാണ്, സിയും ജെയും കപ്പിളാണ് എന്ന് പറഞ്ഞ് എടുക്കാം. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നേ? ഓക്കെ, എന്ത് പറയുന്നു? എ ഈസ് സിസ്റ്റർ ഓഫ് ബി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? എ എടുത്തു, എ ബിയുടെ സിസ്റ്റർ ആണെന്ന് എടുത്തു. എ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്ന് എടുത്തു. ദെൻ ബി ഈസ്, ഓക്കെ, എ സിസ്റ്റർ ഓഫ് ബി ആണ്. നെക്സ്റ്റ് ബി ഓർ എ റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, ബി ഈസ് ഡോക്ടർ ഓഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ ബി, ഓക്കെ, ഇതെടുത്തു. നെക്സ്റ്റ് ബി ഡോട്ടർ ഓഫ് സി ആണെന്നുള്ളത് എടുത്തു. ദെൻ സി ഈസ് മാരീഡ് ടു ജെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിയും ജെയും കപ്പിൾ ആണെന്ന് എടുക്കും. പക്ഷെ മെയിൽ ആരാ ഫീമെയിൽ ആരാന്ന് അറിയത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോ ഓക്കെ, നെക്സ്റ്റ് സിയും ജെയും കപ്പിളാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? സി ഈസ് ദി ബ്രദർ ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിയുടെ ജെൻഡർ കിട്ടി, മെയിൽ ആണ്. സി ഈസ് ബ്രദർ ഓഫ് ഡി എന്ന് പറയുമ്പോൾ ഡിയുടെ ബ്രദർ ആണ് സി എന്നുള്ളത് എടുക്കാം. നെക്സ്റ്റ് ഇ ഈസ് ദി ഫാദർ ഓഫ് എഫ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എഫിന്റെ ഫാദർ ആണ് ഇ. ഓക്കെ, എഫ് ഇവിടെ ഇല്ല, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ജി ഈസ് മദർ ഓഫ് എച്ച്, എഫ് ഈസ് ദി ഡോട്ടർ ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡിയുടെ ഡോട്ടർ ആയിട്ട് ആരെ എടുക്കണം? എഫിനെ എടുക്കണം. അപ്പൊ ഡിയുടെ ഡോട്ടർ ആയിട്ട് എഫിനെ എടുത്തു. എഫ് ഈസ് ദി ഡോട്ടർ ഓഫ് ഡി. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാലോ, ഇ ഈസ് ദി ഫാദർ ഓഫ് എഫ്. അപ്പോ ഡി എന്തായാലും ഫീമെയിൽ ആയിരിക്കണം, അവരുടെ ഹസ്ബൻഡ് ആയിരിക്കണം. ഇ ഈസ് ദി ഫാദർ ഓഫ്
എഫ്. ഓക്കെ, അതും കഴിഞ്ഞു. നെക്സ്റ്റ് ജി ഈസ് ദി മദർ ഓഫ് എച്ച് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എച്ചിന് ഇവിടെ വന്നിട്ടില്ല. എഫ് ഈസ് ദി ഡോക്ടർ ഓഫ് ഡി. സി ഈസ് ദി സൺ ഓഫ് ജി. അപ്പോ സി എന്ന് പറയുന്നത് ജിയുടെ സൺ ആണ് അല്ലെ. ജി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയത്തില്ല. ജിയുടെ സൺ ആണ് സി എന്നുള്ളതും എടുത്തു. നെക്സ്റ്റ് ഇനി ആരാ കൊടുക്കാനുള്ളത് നമ്മള്? സി ഈസ് ദി സൺ ഓഫ് ജി, ഇ ഈസ് ദി ഫാദർ ഓഫ് എഫ്, ജി ഈസ് ദി മദർ ഓഫ് എച്ച്. അപ്പൊ ജി ഫീമെയിൽ ആണ്, ഹെച്ചിന്റെയും കൂടി മദർ ആണ് ജി എന്ന് പറയുന്നത്. അപ്പൊ ജിക്ക് ഒരു ഡോട്ടർ കൂടെ ഉണ്ട്, അത് ഹെച്ച് ആണ്. ഹെച്ച് ഡോട്ടർ ഓർ സൺ അല്ലെ, ഒരാൾ കൂടെ ഉണ്ട്, അത് ഹെച്ച് ആണെന്ന് എടുത്തു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ല. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫാമിലി? ഓക്കെ, നോക്കിക്കേ, ഫീമെയിൽ മെമ്പേഴ്സ് എത്ര പേരുള്ളത് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഹച്ചിന്റെ ജെൻഡർ നമുക്ക് കൺഫേം ചെയ്യാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ? ജി ഈസ് ദി മദർ ഓഫ് എച്ച്, എഫ് ഈസ് ദി ഡോക്ടർ ഓഫ് ഡി, സി ഈസ് ദി സൺ ഓഫ് ജി, ഇ ഈസ് ദി ഫാദർ ഓഫ് എഫ്, സി ഈസ് ദി ബ്രദർ ഓഫ് ഡി, ബി ഈസ് ദി ഡോക്ടർ ഓഫ് സി. ഓക്കെ, ഓക്കെ, ഹെച്ചിന്റെ ജെൻഡർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ ഹെച്ചിന്റെ ജെൻഡർ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫാമിലി എന്നാ പറയുന്നത്. 1 2 3 4 5 വരുന്നുണ്ട്. ഒന്നുകിൽ മിനിമം 5 ആയിരിക്കാം, അല്ലെങ്കിൽ 6 വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്രയാ വരുന്നത്? ഫീമെയിൽ മെമ്പേഴ്സ് 5 ആണ് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും കൊടുക്കാൻ ഹെച്ചിന്റെ ജെൻഡറിൽ വേറെ ഒരു സാധ്യതയില്ലല്ലോ. ഫാമിലി ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഈസ് മെൻഷൻഡ് ആസ് ഗിവൻ. എ സിസ്റ്റർ ഓഫ് ബി കൊടുത്തു. ദെൻ സി ഈസ് ദി ബ്രദർ ഓഫ് ഡി കൊടുത്തു. ഡിയുടെ ബ്രദർ ആണ് സി എന്നുള്ളത് കൊടുത്തു. ഇ ഈസ് ദി ഫാദർ ഓഫ് എഫ് എന്ന് കൊടുത്തു. എഫിന്റെ ഫാദർ ആണ് ഇ എന്നുള്ളത് കൊടുത്തു. നെക്സ്റ്റ് എഫ് ഈസ് ദി ഡോട്ടർ ഓഫ് ഡി, ജി ഈസ് ദി മദർ ഓഫ് എച്ച്, ദെൻ എഫ് ഈസ് ദി ഡോട്ടർ ഓഫ് ഡി, സി ഈസ് ദി സൺ ഓഫ് ജി, ജിയുടെ സൺ ആണ് സി എന്ന് കൊടുത്തു. ബി ഈസ് ദി ഡോട്ടർ ഓഫ് സി എന്ന് കൊടുത്തു. സി ഈസ് മാരീഡ് ടു ജെ എന്ന് കൊടുത്തു. ഓക്കെ, ജെ ഫീമെയിൽ മെമ്പർ ആണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ മൊത്തം ഫീമെയിൽസ് എത്ര പേരുണ്ട്? 1 2 3 4 5 6 പേഴ്സൺസ് ഉണ്ട് അല്ലേ ഫീമെയിൽ. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, 6 ഉണ്ട്. 6 എന്ന് പറയുന്ന ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓക്കെ, മാക്സിമം 6 എന്നും ഉണ്ട്. മാക്സിമം 6 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നൺ ഓഫ് ദിസ് എന്ന് പറയുന്ന ആൻസറോ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷനോ ഇല്ല. മാക്സിമം 6 എന്നുള്ള ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഹെച്ച് ഇൻ കേസ് ഫീമെയിൽ ആവുന്നുണ്ടെങ്കിൽ അവിടെ എന്താവും? ഹെച്ച് നമുക്ക് 7 ആവും. അപ്പൊ മാക്സിമം 6 എന്നുള്ള ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഏതേ കൊടുക്കാൻ പറ്റും? ഓപ്ഷൻ ബി 6 എന്നുള്ള ആൻസറേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു ബി? അപ്പോൾ ഡിക്കും ബിക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡിക്കും ബിക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡിയുടെ നെഫ്യൂ ആണ്, നീസ് ആണ് ബി അല്ലെ. ഡിയുടെ നീസ് ആണ് ബി. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു ബി ആണ്. അപ്പൊ ബിയിൽ നിന്ന് ഡിക്കുള്ള ബന്ധം നോക്കുമ്പോൾ ആൻഡ് ആണ് അല്ലെ. അപ്പൊ ആൻഡ് എന്ന് പറയുന്ന ആൻസർ കൊടുക്കണം. അപ്പൊ ഓപ്ഷൻ ബി ആൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? യെസ്. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ എന്നുള്ളതാണ് ചോദ്യം. ബിക്കും ഇക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബിക്കും ഇക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇയുടെ നെഫ്യൂ നീസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇയുടെ നീസ് എന്ന് പറയുന്ന ആൻസർ ഉണ്ടോ? ബി റിലേറ്റഡ് ടു ഇ. ഓക്കെ, ബിക്കുള്ള റിലേഷൻ നീസ് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ മിസ്റ്റേക്ക് ആണ്. നീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. യെസ്. ഓക്കെ, സെയിം ഇവിടെ നമുക്ക് അനലോഗി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ജി കെ ബേസ്ഡ് ആണ്. ഭരതനാട്യം തമിഴ്നാട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുച്ചിപ്പുടിക്ക് ഏതായിരിക്കും ആൻസർ വരിക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. RRB NTPC 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അനലോഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ലെറ്റർ ബേസ്ഡ്, നമ്പർ ബേസ്ഡ്, ജി കെ ബേസ് ചെയ്തിട്ടുള്ള അനലോഗി, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു ജി കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഭരതനാട്യം തമിഴ്നാടാണെങ്കിൽ കുച്ചിപ്പുടിക്ക് നമ്മൾ ഏത് കൊടുക്കും? അപ്പൊ നോക്കിക്കോ, ഭരതനാട്യം തമിഴ്നാടിന്റെ ഏതാണ്? ക്ലാസിക്കൽ ഡാൻസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ്? ആന്ധ്രാപ്രദേശിന്റെയോ അരുണാചൽ പ്രദേശ് ആണോ? ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് നമുക്ക് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് പോയിന്റ് O ഫേസിംഗ് ഈസ്റ്റ് എ പേഴ്സൺ വാക്സ് 2 കിലോമീറ്റർ ടു റീച്ച് പോയിന്റ് എ. അപ്പോൾ പോയിന്റ് ഓയിൽ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്, അയാൾ ഈസ്റ്റ് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. പോയിന്റ് ഓയിൽ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്, ഈസ്റ്റ് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അയാൾ 2 കിലോമീറ്റേഴ്സ് നടന്ന് പോയിന്റ് എ റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 കിലോമീറ്റേഴ്സ് നടക്കുന്നു,
പോയിന്റ് എ റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോയിന്റ് ഒയിൽ നിന്ന് പോയിന്റ് എ 2 കിലോമീറ്റേഴ്സ് നടന്ന് ഒരു പേഴ്സൺ റീച്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അവിടെ നിന്ന് then he turns right and walks 4 kilometer and reach point B. അപ്പോൾ ഇവിടെ നിന്ന് അയാൾ റൈറ്റിലോട്ട് തിരിയുന്നു, 4 കിലോമീറ്റർ വാക്ക് ചെയ്യുന്നു അല്ലെ. റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് 4 കിലോമീറ്റേഴ്സ് അയാൾ നടന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, താഴോട്ട് 4 കിലോമീറ്റേഴ്സ് അയാൾ നടക്കുന്നു, നടന്ന് എവിടെ റീച്ച് ചെയ്യുന്നു? പോയിന്റ് ബിനെ റീച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് അവിടെ നിന്ന് then he turns left. ഇവിടെ നിന്ന് അയാൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയണം അല്ലെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ന് പറയുമ്പോൾ താഴെ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് ഈ സൈഡിലോട്ട് എത്ര കിലോമീറ്റേഴ്സ് ആണ്? then he turns left and walks 2 kilometers. അപ്പോൾ 2 കിലോമീറ്റേഴ്സ് നടക്കുന്നു to reach point C. അപ്പോൾ പോയിന്റ് സിയിൽ എത്തുന്നു. then next അവിടെ നിന്ന് then he turns left and walks 8 kilometer. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിയുന്നു, അപ്പോൾ മുകളിലോട്ട് നടക്കണം, 8 കിലോമീറ്റേഴ്സ് നടക്കണം. അപ്പോൾ ഇത്രയും ഹാഫ് ആണെങ്കിൽ അതുപോലെ 4 മുകളിലും, ഇവിടെയും 4 ഇവിടെയും 4 വരണം. 8 കിലോമീറ്റേഴ്സ് നടന്ന് എവിടെ റീച്ച് ചെയ്യുന്നു? പോയിന്റ് ഇനെ റീച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് പോയിന്റ് ഇ ആണെന്ന് എടുത്തു. നെക്സ്റ്റ് പോയിന്റ് ഇയിൽ നിന്ന് then he turns left. ഇവിടെ നിന്ന് അയാൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുന്നു. ഓക്കെ, ഇവിടെ നിന്ന് എഗെയിൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വെസ്റ്റ് സൈഡിലോട്ട് വരേണ്ടി വരും. ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞ് എത്ര കിലോമീറ്റേഴ്സ് വരുന്നെന്നാ പറയുന്നേ? ഓക്കെ, ഇത് ടോട്ടൽ 8. ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് അയാൾ എത്ര കിലോമീറ്റർ വരുന്നുണ്ട്? പോയിന്റ് ഇ റീച്ച് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റേഴ്സ് നടന്ന് പോയിന്റ് എഫിനെ റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും 2 ഇവിടെയും 2, അപ്പോൾ ടോട്ടൽ 4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ എത്തി അല്ലേ, എഫ് റീച്ച് ചെയ്തു. 4 കിലോമീറ്റേഴ്സ് നടന്ന് പോയിന്റ് എഫ് റീച്ച് ചെയ്തു. നെക്സ്റ്റ് അവിടെ നിന്ന് എന്ത് പറയുന്നു? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് സി ആൻഡ് ഇ. അപ്പോൾ സിക്കും ഇക്കും ഇൻ ബിറ്റ്വീനിലുള്ള പോയിന്റ് സി ആൻഡ് ഇ ആണോ? പോയിന്റ് സി ഡി അല്ലേ ഇത്. ഓക്കെ, സിയിൽ നിന്ന് ഡിയിൽ വന്നു, ഡി കഴിഞ്ഞിട്ട് then he turn left and walks 8 kilometers to reach point E. ഓക്കെ, സി വരെ കൊടുത്തു. നെക്സ്റ്റ് സിയിൽ നിന്ന് പോയിന്റ് സിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റേഴ്സ് നടക്കുന്നു, നടന്ന് പോയിന്റ് ഡിനെ റീച്ച് ചെയ്യുന്നുണ്ട്. പോയിന്റ് ഡിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് എഗെയിൻ 8 കിലോമീറ്റേഴ്സ് നടക്കുന്നു. അപ്പോൾ ഇത് 2 ഇത് 2 4, അതുപോലെ എഗെയിൻ ഇങ്ങും ഒരു 4 അല്ലെ. ഇതിന്റെ അതേ ഹാഫ് ഡിസ്റ്റൻസ് ഇവിടെയും തിരിക്കണം. അപ്പോൾ ഇവിടെ 8 കിലോമീറ്റേഴ്സ് നടന്ന് പോയിന്റ് ഇയിൽ നിന്നാണ് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റേഴ്സ് നടക്കുന്നത്. അതായത് ഈ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഇതിന് നേരെ ഇവിടെ വരെ നടക്കണം. ഈ ഒ എന്ന് പറയുന്ന പോയിന്റിന് നേരെ ഇവിടെ വരെ നടക്കണം. 4 കിലോമീറ്റേഴ്സ് റീച്ച് അറ്റ് പോയിന്റ് എഫ്. പോയിന്റ് എഫിലോട്ട് റീച്ച് ചെയ്തു. നെക്സ്റ്റ് ഇനി എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഇ ആണ് ചോദിക്കുന്നത്. അപ്പോൾ സിക്കും ഇക്കും ഇൻ ബിറ്റ്വീനിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഈ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് സി ആൻഡ് ഇ. അപ്പൊ നോക്കിക്കേ, ഒരു ട്രയാങ്കുലർ ഫോമിൽ ഷേപ്പിൽ ഫോം ചെയ്ത് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡിക്കും ഇക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈ ഷേപ്പിലാണ് നമുക്കുള്ളത്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇ ഡി സി. ഓക്കെ, സിക്കും ഡിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് 8 ആണ്, ഇക്കും ഡിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് 8 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ നമുക്ക് എത്ര കിട്ടും? 64 പ്ലസ് 64 പ്ലസ് 64 റൂട്ട് എടുക്കണം. അപ്പോൾ 8 12 128ന്റെ റൂട്ടാണ്, അതായത് 64 × 2 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ. അതിന് എങ്ങനെ എടുക്കാം? 8√2 എന്ന് പറഞ്ഞ ആൻസർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഓപ്ഷൻ സി 8√2 എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും ഇതുപോലെ തന്നെ കുറേ PYQ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.